ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മഴധോരം മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അതിലേറെ അതിഗംഭീര പ്രമോയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അതിഗംഭീര എപ്പിസോഡ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നാളത്തെ പ്രമോ ഒന്ന് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ അവസാനം സ്റ്റാലിൻ്റെ വീട് തേടിയെത്തിയിരിക്കുക. അപ്പോൾ സ്റ്റാലിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടംപോലെ പട്ടികളാണ്, കുറേ കാവൽ പട്ടികളൊക്കെ ഉണ്ട്. അപ്പം നേരെ സ്റ്റാലിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ ബാലേന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ കണ്ടപ്പോൾ തന്നെ വൈജയുടെ മുഖവും അതേപോലെ തന്നെ ഈ അലീനയുടെ മുഖമൊക്കെയാണ് മനസ്സിലേക്ക് കയറി കൂടി വന്നത്. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബാലചന്ദ്രൻ പാലയിൽ നിന്നാണ് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പാലയിൽ നിന്നോ? പാലയിൽ എന്താണ് പരിപാടി? അതായത് റബ്ബർ തോട്ടം വല്ലതും ഉണ്ടോ, എന്തെങ്കിലും എസ്റ്റേറ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കേ എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് റബ്ബർ തോട്ടത്തിൻ്റെ ഒരു പരിപാടിയില്ല. പക്ഷേ എനിക്കവിടെ ഒരു ജ്വല്ലറിയും അതേപോലെ തന്നെ കുറച്ച് തുണിക്കടകളൊക്കെ ഉണ്ട്. ആ ഒരു ബിസിനസ് അളവിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, നിങ്ങളെന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത്? എനിക്ക് നിങ്ങളെ കണ്ടതായിട്ട് ഒരു പരിചയമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പറയാം, കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. പക്ഷേ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഇടയിൽ നിങ്ങൾ കുടിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സോറി, ഞാൻ ഒരാളുടെ നേരെ തോക്ക് ചൂണ്ടി അയാളെ ലക്ഷ്യമായിട്ട് നിൽക്കുമ്പോൾ പോലും ഒരു സ്റ്റെപ്പ് കുടിക്കും ഞാൻ. അതാണ് എൻ്റെ ഒരു പതിവ്. അതുകൊണ്ട് നിങ്ങൾ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റേതായ ജോലി ചെയ്യാം എന്ന് സ്റ്റാലിൻ പറയണം. അപ്പം സ്റ്റാലിൻ്റെ ആ രീതി തന്നെ വേറെയാണെന്ന് ബാലചന്ദ്രന് മനസ്സിലാവുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, 10-25 വർഷം മുമ്പ് ഉള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 10-25 വർഷമോ? അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ആകെ ഒരു പന്തികേട് തോന്നുകയാണ്. ബാലേന്ദ്രൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെയേറെ സീരിയസ് ആയ കാര്യങ്ങളാണെന്ന് മനസ്സിലാവുകയാണ്. അവിടെ നിന്ന് ചാടി എണിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഞാൻ എവിടെയുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ പോയിരുന്നു. ആ സമയത്ത് അച്ഛനാ പറഞ്ഞത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്നും ലൊക്കേഷൻ എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തതൊക്കെ നിങ്ങളുടെ അച്ഛനാണ് എന്ന് പറയാം. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അല്ല, 10-25 വർഷം മുമ്പ് നടന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിലേതാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും നിങ്ങളവിടെ ആന്ധ്രയിൽ ഒരു ക്വാർട്ടേഴ്സ് താമസിച്ചില്ലേ, അവിടെ മിലിറ്ററിയിലായിരുന്നല്ലോ നിങ്ങൾ? അതെ, മിലിറ്ററിയിൽ തന്നെയായിരുന്നു. അവിടെ ഗംഗാധര മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? മിലിറ്ററിയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. യെസ് എനിക്കറിയാം, ഗംഗാധര മേനോനെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അതെൻ്റെ ഓഫീസറായിരുന്നു എന്ന് പറയാണ്. അപ്പം അറിയാം അല്ലേ? നിങ്ങൾ എന്തിനാണ് അതെല്ലാം ചോദിച്ചുകൊണ്ട് വരുന്നത്? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അല്ല, ആ ഗംഗാധര മേനോന് ഒരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങളെ നിങ്ങൾക്കറിയാവോ? ആ പെങ്ങളുമായിട്ട് നിങ്ങൾ പ്രണയത്തിലായിരുന്നു. ഇത് കേട്ട സ്റ്റാലിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറുകയാണ്. പഴയ കാര്യങ്ങളെല്ലാം എന്തിനാണ് ചോദിക്കുന്നത്? അങ്ങനെ എനിക്ക് പലരോടും അടുപ്പം ഉണ്ടാകാതിരിക്കും. അതൊക്കെ എൻ്റെ പേഴ്സണൽ മാറ്റർ. അതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളതും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചപ്പോഴേക്ക് ബന്ധമൊക്കെ ഞാൻ പറയാം. ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ മിസ്റ്റർ സ്റ്റാലിൻ ജോസഫ്. കാരണം എനിക്കതിനെക്കുറിച്ച് അറിയണം. നിങ്ങൾ ആ ഗംഗാധര മേനോൻ്റെ പെങ്ങളെ പ്രണയിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ പെണ്ണിൻ്റെ പേര് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്റ്റാലിൻ ഒന്ന് ആലോചിക്കുകയാണ്. ആ പെണ്ണിൻ്റെ പേര് വൈജ എന്നാണോ, വൈജയന്തി എന്നാണോ കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിനൊന്നാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇതെന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കണം. നിങ്ങൾ എന്തിനിപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. നിങ്ങൾക്ക് ആ പെണ്ണിൻ്റെ പേര് ഓർമ്മയുണ്ടോ, വൈജയന്തി എന്നാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും യെസ് മുള്ളുകയാണ്. അതെ, വൈജയന്തി തന്നെയാണ്. ഞാൻ പ്രണയിച്ചെന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പകാലത്ത് ഞാൻ ഗംഗാധര മേനോൻ്റെ പെങ്ങളെ പ്രണയിച്ചു. അതിന് ഇപ്പം തനിക്കെന്താ പ്രശ്നം? അതൊക്കെ താനെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ചോദിക്കാൻ കാരണമുണ്ട് സാർ. കാരണം എനിക്കതിൽ വലിയൊരു പങ്ക് തന്നെ ഉണ്ടെന്നും പറയാണ്. വലിയൊരു പങ്കോ? എന്ത് പങ്ക്? ഈ വൈജയന്തി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ, പ്രണയിച്ച ആ പെണ്ണ് വൈജയന്തി, ആ വൈജയന്തിയുടെ ഭർത്താവാണ് ഞാൻ, ഇപ്പോഴത്തെ ഭർത്താവ്. ഇത് കേട്ടാ ഈ സ്റ്റാലിൻ ഒന്ന് വിറച്ച് നിൽക്കുകയാണ്. ഇത്രയും പട്ടികളെയും വളർത്തി എല്ലാവരെയും തോക്കിൻ്റെ മുൾമുനയിൽ വിറപ്പിച്ച് നിൽക്കുന്ന സ്റ്റാലിൻ ജോസഫ് ഒരു നിമിഷം ഈ
നമ്മുടെ ബാലേന്ദ്രൻ്റെ മുന്നിൽ ഒന്ന് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ പല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കല്യാണത്തിന് മുമ്പ് പ്രണയങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അതിനിപ്പോൾ അതും ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? അങ്ങനെ നേരത്തെ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് വൈജിയെ കല്യാണം കഴിക്കാനായിട്ട് പോയത് എന്നും കൂടി ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴേക്കും അത് ശരിയാ, ഞാനും വൈജിയെ പ്രണയിച്ചിരുന്നു. പക്ഷേ അവൾ എന്നോട് വലിയൊരു ചതി തന്നെയാണ് ചെയ്തത്. നിങ്ങളെ പ്രണയിച്ചു എന്ന ചതി. പ്രണയിക്കുന്നത് ഒരു ചതിയാണോ മിസ്റ്റർ എന്നൊക്കെ ചോദിക്കണം. പ്രണയിക്കുന്നത് ചതിയല്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് മറച്ചു വെച്ച് നമ്മളോട് ചെയ്യുന്ന വലിയൊരു ചതിയില്ലേ? ആ ചതി നിങ്ങൾ പ്രണയിച്ച പെണ്ണിനെ ചതിച്ചില്ലേ? ഇത് കേട്ടപ്പോഴേക്കും സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കാൻ മാത്രം നിങ്ങളായോ? അങ്ങനെ ആ ഒരു ജോലിക്കാരനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് ചോദിക്കുകയാണ്. ഇതിനിടയിൽ വേറെ ആൾക്കാരെ വിളിച്ചു വരുത്തണ്ട എന്നിങ്ങനെ ബാലേന്ദ്രനോട് പറഞ്ഞപ്പോഴേക്കും ഇയാൾ ആകെ ടെൻഷനിൽ നിൽക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങളെന്തിനാ ഇപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്? നിങ്ങളുടെ ഭാര്യയാണ് വൈജിയെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. അതിനിടയിലേക്ക് ഞാൻ നുഴഞ്ഞു കയറി വന്നില്ലല്ലോ. നിങ്ങളിതെല്ലാം അന്വേഷിച്ചിട്ട് വേണമായിരുന്നു കല്യാണം കഴിക്കാനായിട്ട്. ഇപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം അറുത്തുപോയ ബന്ധമാണ് എന്നൊക്കെ പറയാണ്. പക്ഷേ അറുത്തു പോയിട്ടില്ലല്ലോ മിസ്റ്റർ സ്റ്റാലിൻ ജോസഫ്. അറുത്തു പോവില്ലല്ലോ. ഇപ്പോൾ ഞാൻ ചില കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു. വൈജ എന്നിൽ നിന്ന് മറച്ചു വെച്ച ചില സത്യങ്ങളല്ല, അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഞാൻ നിങ്ങളെ തേടി ഇവിടെ എത്തിയത്. എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടും ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഈ ഇടക്കാണ് ഞാൻ സത്യങ്ങളെല്ലാം അറിയുന്നത്. നിങ്ങൾ എന്ത് സത്യങ്ങൾ അറിഞ്ഞു എന്നായി പറയുന്നത്? ഞാൻ കുറച്ചു മുമ്പ് ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? പട്ടികളെ സ്നേഹിക്കുന്ന പെൺകുട്ടി. ഈ പട്ടികൾക്കും ഈ പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പട്ടികളുടെ ഭാഷ ഈ പെൺകുട്ടിക്കും മനസ്സിലാവും, ഈ പെൺകുട്ടിയുടെ ഭാഷ പട്ടികൾക്കും മനസ്സിലാവും എന്ന് പറഞ്ഞില്ലേ ഞാൻ? അതെ പറഞ്ഞു. അതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടല്ലോ. കാരണം നിങ്ങൾക്കും പട്ടികളെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പട്ടികൾക്ക് മനസ്സിലാവും, പട്ടികൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ ആ പെണ്ണും നിങ്ങളും വെച്ച് നോക്കാൻ നേരത്ത് യോജിപ്പില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാട്ട് യുവർ നോൺസെൻസ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും മനസ്സിലാക്കി തരാം. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ ആരാണെന്നറിയാവോ? ആ പെൺകുട്ടിയുടെ പേര് അലീന എന്നാണ്. എൻ്റെ വീട്ടിൽ ജോലിക്ക് വേണ്ടി വന്ന പെൺകുട്ടിയാണ് ഇത് എന്ന് പറയുകയാണ്. അതിന് നിങ്ങളുടെ വീട്ടിലെ ജോലിക്ക് വേണ്ടി വന്ന പെൺകുട്ടിയെ കുറിച്ച് എന്നോട് എന്തിനു സംസാരിക്കുന്നു? എനിക്കതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രൻ ആ കഥകൾ മുഴുവനും പറയാനായിട്ട് ഒരുങ്ങാണ്. ഇനി ആ കഥകളെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സ്റ്റാലിൻ്റെ തീരുമാനം എന്തായിരിക്കും? ഇനി സ്റ്റാലിൻ ബാലേന്ദ്രനെ വെടിവെക്കോ? അതൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാത്തിരിക്കണേ. ചിലപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. എന്നാൽ കൂടിയും എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.